ഭഗവാൻ പലതരത്തിലുള്ള മുക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുക്തിയെ ചേതോ വിമുക്തി അല്ലെങ്കിൽ വിമുക്തി എന്നാണ് പറയുക. പലതരത്തിലുള്ള വിമുക്തി അല്ലെങ്കിൽ നിർവ്വാണങ്ങളുണ്ട്. അതിൽ ഒരു നിർവ്വാണം എന്ന് പറയുന്നത് അനിമിത്ത ചേതോ വിമുക്തി എന്ന് പറയും. അതായത് നമ്മൾ ഒരു നിമിത്തത്തെയും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നേറുന്ന സമയത്താണ് ഈ അനിമിത്ത ചേതോ വിമുക്തി ഉണ്ടാകുന്നത്. അടുത്തത് അപ്പമാണ ചേതോ വിമുക്തി എന്ന് പറയും. നമ്മൾ ബ്രഹ്മവിഹാരം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ചേതോ വിമുക്തി, അതിനെയാണ് അപ്പമാണ ചേതോ വിമുക്തി എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് അനിമിത്ത ചേതോ വിമുക്തി എന്ന് പറയും. അതായത് നമ്മൾ നിമിത്തങ്ങളെ ഒന്നും തന്നെ ശ്രദ്ധിക്കാതെ നമ്മൾ പോകുന്ന സമയത്താണ് അനിമിത്ത ചേതോ വിമുക്തി എന്ന് പറയുന്നത്. അടുത്തത് അകിഞ്ചന ചേതോ വിമുക്തി എന്ന് പറയും. അതായത് നമ്മൾ 7ാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അപ്പോൾ അതിനെയാണ് അകിഞ്ചന ചേതോ വിമുക്തി എന്ന് പറയുന്നത്. അടുത്തതാണ് ശൂന്യതാ ചേതോ വിമുക്തി. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ശൂന്യത്തെ നമ്മൾ ധ്യാനിക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്ന ചേതോ വിമുക്തിക്കാണ് ശൂന്യതാ ചേതോ വിമുക്തി എന്ന് പറയുക. അടുത്തത് അസുഖ ചേതോ വിമുക്തി എന്ന് പറയും. അതായത് നമ്മൾ 4ാമത്തെ ധ്യാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രലായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് ആ സമയത്തുള്ള ചേതോ വിമുക്തിയാണ് അത്. ഇനി മറ്റ് 2 ചേതോ വിമുക്തികളെ നമ്മൾക്കറിയാം. ഒന്ന് സാധാരണ ചേതോ വിമുക്തി, അടുത്തത് പഞ്ഞാവിമുക്തി. ഈ 2 തരം വിമുക്തി കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള പലതരം വിമുക്തികളാണ്.